എറണാകുളം വൈപ്പിനിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ വനിതയ്ക്ക് 3 അംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനം. പള്ളത്താംകുളങ്ങര സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ജയയ്ക്കാണ് മർദ്ദനമേറ്റത്. ഇന്നലെ 6 മണിക്ക് വന്ന് ഓട്ടം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ട്, ഇല്ലത്ത് പടിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാണ് ഒരാൾ വന്ന് വിളിച്ചത്. ബാക്കിൽ കൂടി ഒരാൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു 3 പേരും കൂടി മർദ്ദിക്കാണ് ഉണ്ടായത്. എന്താ ഇതിന്റെ ഉദ്ദേശമൊന്നും നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു വൈരാഗ്യമില്ല, പരിചയമില്ല ഇവരായിട്ട്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തെന്ന് അറിയില്ല. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. ശ്യാം, എന്താണ് സംഭവിച്ചത്? ഓട്ടം വിളിച്ചു പോയ സംഘമായിരുന്നോ? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ളത്? സുഹൈലെ, പള്ളത്താംകുളങ്ങര സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആളാണ് ജയ. ഇവരെയാണ് ഇന്നലെ വൈകുന്നേരം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആക്സിഡന്റിൽ കഴിയുന്ന ഒരാളെ കാണാൻ പോകണം എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു കോളനിയിലെ ഉദയ കോളനി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരാൾ ഓട്ടം വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇത് മാത്രമാണ് ഈ ജയ ബന്ധുക്കളോട് പറഞ്ഞിരിക്കുന്നത്. ഇവരെക്കുറിച്ചുള്ള ഒരു പരിചയത്തിന്റെ കാര്യം. അവിടെ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് പള്ളത്താംകുളങ്ങരയിലേക്ക് വരുന്നു. ഇവരുടെ വാഹനം സമീപത്തെ ബീച്ചിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങോട്ട് എത്തുമ്പോഴേക്കും രാത്രി ഏകദേശം 9 മണിയായിരുന്നു, ഇരുട്ടായിരുന്നു. ആ വാഹനം കിടന്ന ഭാഗത്ത് വാഹനം കാണാതിരുന്നതിനെ തുടർന്ന് ജയ ഇവരോട് തനിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് വരാൻ സാധിക്കില്ല എന്ന് അറിയിക്കുന്നു. തുടർന്ന് തന്റെ ഓട്ടോയിൽ തന്നെ ഉണ്ടായിരുന്ന ടോർച്ച് ഇവർക്ക് വാഹനം എവിടെയാണ് കണ്ടെത്താൻ ആവശ്യമായി ടോർച്ച് പോലും എടുത്തു നൽകുന്നു. ഇതിന് ശേഷം ജയ അവിടെ നിൽക്കുമ്പോഴാണ് പുറകെ നിന്ന് വന്ന ഒരാൾ വാ പൊത്തിപ്പിടിക്കുകയും കുനിച്ചു നിർത്തിയ ശേഷം മുതുകത്ത് ഉൾപ്പെടെ 2 പേർ ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തത്. നിലത്തിട്ടുൾപ്പെടെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ജയ മൊഴി നൽകിയിരിക്കുന്നത്, പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിനുശേഷം നാട്ടുകാരാണ് അവശനിലയിൽ കിടക്കുന്ന ജയയെ കണ്ടെത്തുകയും തുടർന്ന് ബന്ധുക്കളെ അറിയിക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. ജയയുടെ നട്ടലിനും മറ്റും സാരമായ പരിക്കുണ്ട്, നട്ടലിന് പൊട്ടേറ്റിട്ടുണ്ട്, കൈക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ക്രൂരമായ മർദ്ദനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പണം ഉൾപ്പെടെ മോഷ്ടിച്ചിട്ടില്ല. പക്ഷേ എന്തിനാണ് ഇങ്ങനെ മർദ്ദിച്ചത് എന്നുള്ളത് അറിയില്ല. കയ്യിൽ ഇഷ്ടിക പോലുള്ള എന്തോ വസ്തു കൊണ്ട് മുഖത്തിടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ക്രൂരമായ മർദ്ദനമാണ് ജയയ്ക്ക് അനുഭവപ്പെടേണ്ടി വന്നിരിക്കുന്നത്. നിലവിൽ ഇവർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പോലീസ് അല്പസമയം മുമ്പ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ജയയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ഈ പറഞ്ഞ ആളെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അതിക്രൂരമായ മർദ്ദനമാണ് ഏറ്റിരിക്കുന്നത്. സുഹൈ, ശരി, കുടുംബം നോക്കാൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരു തൊഴിലാളി സ്ത്രീയെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്ന ഒരു 3 അംഗ സംഘം. പ്രകോപനകാരം കാരണം പോലും വ്യക്തമല്ല. പ്രതികൾ ഉടനടി പിടികൂടട്ടെ, കടുത്ത നടപടി ഉണ്ടാകട്ടെ.